ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. ഞാൻ കോഫി ഇടാൻ പോവാണ്. അപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ കോഫി ഇടുന്ന പോലെയല്ല, ഇത് കുറച്ച് തണുത്ത കോഫിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാക്കി നോക്കണം, സൂപ്പറാണ്. ചൂടത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ സിമ്പിളാണ് സംഭവം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തോരം പേരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമായ ആൾക്കാർ കിടപ്പുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ തുടങ്ങണേ? ഇതൊന്നും ശരിയല്ല കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കാം കോഫി പൗഡർ. ഇൻസ്റ്റൻറ്റ് കോഫി ആയിരിക്കും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് പഞ്ചസാര. കോഫിക്ക് എപ്പോഴും അറിയാമല്ലോ, മധുരം വേണം. കോഫി മധുരം ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല. ചായ നമുക്ക് എങ്ങനെയും കഴിക്കാം, പക്ഷേ കോഫിക്ക് മധുരം വേണം. ഓക്കെ, അപ്പോൾ അതിന് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു ബീറ്റർ വെച്ചിട്ടോ കുറേ സമയം ഒന്ന് അടിച്ചാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. ഇതാ നോക്കോളൂ, ഇങ്ങനെ കളറ് മാറിയിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ കളറിലേക്ക് നന്നായിട്ട് ഇത് വരും. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. ഇതൊക്കെ ഒരുപാട് പേര് എല്ലാവരും തന്നെ ചെയ്ത് കുടിച്ചിട്ട് നോക്കിയിട്ടുണ്ടാവും. ഒരിടയ്ക്ക് ഇത് തന്നെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. കണ്ടോ, ഇപ്പോൾ ആ ചോക്ലേറ്റ് കളറിൽ നിന്ന് മാറ്റം വന്ന് ലൈറ്റ് കളറിലേക്ക് വന്നു. ഇത് കണ്ടാണോ? ഇത് കണ്ടോ, ക്രീം പോലെ വന്നു കഴിഞ്ഞു. ഇതാ, ഇനി നമുക്ക് കോഫി അടിക്കാം. നമ്മളൊരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിക്കുക. പാല് തണുത്ത പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച പാലോ എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കോഫി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പതുക്കെ. ഇനി എൻ്റെ കോഫിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ കുറ്റം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിനെല്ലാം ഞാൻ ആദ്യം കുറ്റം കണ്ടുപിടിക്കും, എന്നിട്ട് വേണം മറ്റുള്ളവർ കണ്ടുപിടിക്കാൻ ഞാൻ വിടുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറവുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നവരറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തെറ്റെന്താണെന്നുള്ളത് വേറെ ഒന്നുമല്ല, പഞ്ചസാര ലേശം കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, കോഫിക്ക് പഞ്ചസാര നന്നായിട്ട് വേണം, അല്ലെങ്കിൽ അത് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാപ്പിപ്പൊടി ഒരുപാടാവരുത്, കഴിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, എന്നാലും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.